ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടി ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെ ഓരോ ദിവസവും അത്ഭുതകരമായി നടത്തുന്നല്ലോ. കർത്താവിൻ്റെ സ്നേഹവും കരുതലും അനുഭവിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുന്നതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 2 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യം നാം വായിക്കുന്നുണ്ട്. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നമുക്ക് തന്നിരിക്കുന്ന വിലയേറിയ കാര്യമാണ് നാം ഈ ഭാഗത്ത് ഇവിടെ വായിക്കുന്നത്. അവൻ്റെ ദിവ്യശക്തിയാൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അവൻ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദാനങ്ങളും നൽകിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനേക വാഗ്ദത്തങ്ങളുണ്ട്. കർത്താവ് നമ്മെ അവൻ്റെ രക്തത്താൽ കഴുകി വീണ്ടെടുക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ വാഗ്ദത്തങ്ങളാണ് കർത്താവ് തരുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ പിതാവായ ദൈവം നമുക്ക് യേശുക്രിസ്തുവിനെ തന്നു. അതൊരു വാഗ്ദത്തമായിരുന്നു. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദമിനെ ഹൗവയെയും പുറത്താക്കിയ ആ സമയം മുതൽ ഇവരെ തിരിച്ചകത്ത് കയറ്റുവാൻ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ദൈവം കൊടുക്കുന്ന ആദ്യത്തെ സുവിശേഷം ഏദൻ തോട്ടത്തിൽ നിന്നുള്ള സുവിശേഷമാണ്. സ്ത്രീയുടെ സന്തതി അവൻ്റെ തലയെ തകർക്കും. പിന്മാറി പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ അകത്ത് കയറ്റുവാൻ പിതാവായ ദൈവം നമുക്ക് തന്നൊരു വാഗ്ദത്തമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന വാഗ്ദത്തത്തെ നമുക്ക് തരുമ്പോൾ സകലത്തെയും ഉളവാക്കിയ ഈ ഭൂലോകത്തിൻ്റെ മുഴുവൻ യൂണിവേഴ്സിൻ്റെ ഉടമയായ സ്വന്തം പുത്രനെയാണ് പിതാവ് നമുക്ക് തന്നത്. സ്തോത്രം. ആ പുത്രനിലൂടെ നമുക്ക് ലഭിച്ചത് വലിയ അനുഗ്രഹങ്ങളും വലിയ സന്തോഷങ്ങളുമാണ്. കർത്താവിൻ്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും പ്രയാസപ്പെടരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ലാനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം വിലയേറിയ വാഗ്ദത്തങ്ങളിൽ ഏറ്റവും വലുത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിലൂടെയുള്ള വാഗ്ദത്തങ്ങളെ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവവൈതലായി തീരുമ്പോൾ തന്നെ ക്രിസ്തുവാകുന്ന വാഗ്ദത്തം നമ്മളിൽ ഉരുവാകുകയാണ്. സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രനായ യേശുക്രിസ്തു എന്ന വാഗ്ദത്തം ദൈവം നമുക്ക് തന്നപ്പോൾ ആ വാഗ്ദത്തത്തിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ ഇടങ്ങളിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത്. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ വാഗ്ദത്തം അതിമഹത്തായതാണ്. സ്തോത്രം. കർത്താവാണ് നമ്മുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു ഭാരം വരുമ്പോൾ, ഒരു ഞെരുക്കം വരുമ്പോൾ, നാം ആരാണെന്നുള്ള ഒരു ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ, നമ്മുടെ ആരുടെ മകനാണ്, ആരെയാണ് പിതാവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്, ആരാണ് നമ്മുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ബുദ്ധിമുട്ടായി നമുക്ക് തോന്നില്ല. സ്തോത്രം. കാരണം യേശുക്രിസ്തു എന്ന വാഗ്ദത്തം, രോഗസൗഖ്യം എന്ന വാഗ്ദത്തം, വിടുതലിൻ്റെ വാഗ്ദത്തം. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. മനുഷ്യനൊക്കെ മാനുഷികമായ മുഖങ്ങളിൽ നോക്കി ലജ്ജിക്കുമ്പോൾ പിതാവായ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകില്ലെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ഇവിടെ നാം വായിച്ചല്ലോ, അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. സ്തോത്രം. യേശുക്രിസ്തു എന്ന വാഗ്ദത്തം പിതാവ് നമുക്ക് തന്നു. ആ യേശുക്രിസ്തുവിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, പ്രതിസന്ധികളുടെ മുമ്പിൽ നാം അകപ്പെടുമ്പോൾ,
നമ്മളൊരു പ്രത്യേകമായ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശുക്രിസ്തു എന്ന വാഗ്ദത്തം നമ്മുടെ ഉള്ളിൽ നമ്മെ നയിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, പ്രിയരെ, നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുകയല്ല, ക്രിസ്തുവിൽ കൂടുതൽ നാം ആശ്രയിക്കും. പിതാവായ ദൈവത്തിൽ നാം ആശ്രയിക്കും. കാരണം നമ്മിലൂടെ വെളിപ്പെടുന്നത് ക്രിസ്തുവാണ്. സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞു, ധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതാണ് യേശുക്രിസ്തു. സ്തോത്രം. ആ വാഗ്ദത്തമാണ്, ദൈവം തരുന്നൊരു വാഗ്ദത്തമാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട്. താഴെ സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, കർത്താവ് അവയെ പുലർത്തുന്നു. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാനുള്ള ഒരു വലിയ ശക്തി തന്നെയാണ്. അതിമഹത്തായ കാര്യമാണ്. സ്തോത്രം. അപ്പോൾ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന ഒന്നാമത്തെ വാഗ്ദത്തമാണ് യേശു ക്രിസ്തു. ക്രിസ്തുവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുക, അവങ്കിലേക്ക് നമ്മൾ നോക്കുക. കൂട്ടുകാർ മറന്നാലും, വീട്ടുകാർ മറന്നാലും, ആര് മറന്നാലും ഒരിക്കലും ദൈവം നമ്മളെ മറക്കത്തില്ല. ദാവീദ് സങ്കീർത്തനം എഴുതിയപ്പോൾ പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. എന്താണ് ദാവീദേ നീ അങ്ങനെ പറയാൻ കാരണമെന്ന് ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയുന്നൊരു ഉത്തരമുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു ഉത്സവം നടക്കുമ്പോൾ, പ്രവാചകൻ എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ എല്ലാവരും സന്തോഷത്താലും ആനന്ദത്താലും കഴിയുമ്പോൾ എൻ്റെ അപ്പനും എന്നെ മറന്ന് ഞാൻ കാട്ടിൽ ആടുകളുമായി യാത്ര ചെയ്യുമ്പോൾ ആരും എന്നെ ഓർത്തില്ല, ആരും എന്നെ ആദരിച്ചില്ല. സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു. പക്ഷെ ദാവീദിന് പറയാനൊരു പദമുണ്ട്, അപ്പം മറന്നു, അമ്മ മറന്നു, എല്ലാവരും മറന്നു, എന്നാൽ എന്നെ മറക്കാതെ എന്നെ ഓർത്ത് എന്നെ ആദരിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ തലമേൽ എണ്ണയൊഴിക്കാൻ എനിക്ക് വേണ്ടി കാത്തിരിക്കാമെങ്കിൽ, എനിക്ക് വേണ്ടി കാത്തിരുന്ന ദൈവത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കും. ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പ്രിയരെ, നിങ്ങളുടെ എൻ്റെയും പ്രതികൂലങ്ങളിൽ സാഹചര്യം അനുകൂലമല്ലാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തുയേശു ഉണ്ട്. ആ രക്തത്താലാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്. അതിമഹത്തായ ശക്തിയാൽ, പരിജ്ഞാനത്താൽ. ആമേൻ. ദൈവദിനം പറയുന്നു, അങ്ങനെ തന്നെയാണ് പറയുന്നത്, അതിമഹത്തായ വാഗ്ദത്തങ്ങളാൽ ദൈവം നമ്മളെ നടത്തുന്നു എന്നാണ്. സ്തോത്രം. അപ്പോൾ ഒന്ന്, യേശു ക്രിസ്തു എന്ന വാഗ്ദാനം. 2, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനം. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമ്മെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പാപത്തെയും നാം അകപ്പെടുന്ന ഏത് ഈ ലോകത്തിൻ്റെതായ ഏത് മ്ലേച്ഛതകളെയും നമ്മുടെ മുമ്പിൽ നാം കാണുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് പലതിലേക്കും പ്രേരിതപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്തോത്രം. അപ്പോൾ നാം ആ വചനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ, യേശുക്രിസ്തുവിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദാനവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ പ്രേരിതപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നെ നമുക്ക് അത് ചെയ്യരുത് എന്നൊരു പ്രേരണ നമുക്ക് തരും. സ്തോത്രം. ഞാൻ വേഗത്തിലങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 2ാമത്തെ വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ യാത്ര ചെയ്യുവാൻ, നമ്മുടെ പിമ്പിൽ യാത്ര ചെയ്യാൻ, നമ്മെ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ലോകത്തിൻ്റെതായ സകല മ്ലേച്ഛതകളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുമ്പോൾ നാം അതിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിനെ അംഗീകരിച്ച് പരിശുദ്ധാത്മാവിലൂടെ യാത്ര ചെയ്താൽ നമുക്ക് ഏറ്റവും അനുഗ്രഹമായ അടുത്ത പദവിയിലേക്ക്, അടുത്ത വാഗ്ദത്തങ്ങളിലേക്ക് നമുക്ക് കയറാനായിട്ട് കഴിയും. 1ാമത്തെ വാഗ്ദത്തമാണ് യേശു ക്രിസ്തു എന്ന വാഗ്ദത്തം.
രണ്ടാമത്തെ വാഗ്ദത്തമാണ് പരിശുദ്ധം. വിവരിച്ച് പറയുവാനായി ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ അതിന് സമയമെടുക്കുന്നില്ല. മൂന്നാമത്തെ വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നിത്യജീവനാണ്. നിത്യജീവൻ എന്ന വാഗ്ദത്തം ക്രിസ്തുയേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ഒരു ദൈവവൈതലിൻ്റെ ഉത്തരവാദിത്തമാണ് വിശുദ്ധ ജീവിതം നയിക്കുക. വിശുദ്ധ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ, നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, നാം പരിശുദ്ധാത്മാവിൻ്റെ ആ നടത്തിപ്പിലൂടെ യാത്ര ചെയ്യുവാൻ നാം ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ച് വിശുദ്ധ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായ അവസാന ഘട്ടങ്ങളിലേക്ക് നാം എത്തുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യജീവനാണ്. നിത്യജീവൻ എന്ന വാഗ്ദത്തം ഈ ലോകത്തിൽ ആരും തന്നിട്ടില്ലെന്നാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ നിത്യജീവൻ, ഒരിക്കൽ നാം നിത്യതയിൽ കർത്താവിൻ്റെ അടുക്കൽ നിൽക്കണമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നാം കർത്താവ് തന്നിരിക്കുന്ന അതിമഹത്തായ വാഗ്ദത്തങ്ങൾ, ഈ 3 വാഗ്ദത്തങ്ങൾ. ഒന്ന്, യേശു ക്രിസ്തു എന്ന വാഗ്ദത്തം. യേശു ക്രിസ്തുവാണ് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിച്ചത്. യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് രക്ഷ സൗജന്യമായി ലഭിച്ചത്. 2, പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ, അത് ലഭിക്കുമ്പോൾ, പ്രിയരെ, നമുക്ക് ഇന്ന് വരെ കാണാൻ കഴിയാത്ത ദൈവിക അത്ഭുത പ്രവൃത്തികൾ നമ്മളിലൂടെയും പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും എന്നുള്ള ബോധ്യം നാം മറന്നു പോകരുത്. പക്ഷെങ്കിൽ നാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവവചനപ്രകാരമുള്ള വിശുദ്ധ ജീവിതത്തിലൂടെ വേണം നാം യാത്ര ചെയ്ത് പോകേണ്ടത്. അങ്ങനെ യാത്ര ചെയ്യുന്ന ദൈവവചനം ലഭിക്കുന്ന 3ാമത്തെ വാഗ്ദത്തമാണ് നിത്യജീവൻ എന്ന വാഗ്ദത്തം. അത് പ്രാപിക്കുവാൻ, ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു നല്ല ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച യേശു ക്രിസ്തു നമുക്ക് ആവശ്യമുള്ളതെല്ലാം കരുതി വെച്ച കർത്താവ്. ആ കർത്താവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരില്ല എന്നല്ല. കഷ്ടതകൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, പ്രതിസന്ധി വന്നാലും, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും, എല്ലാ വാതിലുകളും അടഞ്ഞു പോയെങ്കിലും ഭാരപ്പെടേണ്ട. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പുതുവഴി തുറന്ന് അക്കരെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ചിലപ്പോൾ സമയം അല്പം നീണ്ടുപോയേക്കാം. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് വിചാരിച്ച് ദുഃഖിക്കരുത്. കർത്താവ് തൻ്റെ തക്ക സമയത്ത് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ 3 വാഗ്ദത്തങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. ആ യാത്ര സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് അനുഗ്രഹമായി തീരുവാൻ, ഒരു തടസ്സവും കൂടാതെ ദൈവത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തി മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൽ ബലപ്പെടാം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.